കുരച്ചു തരുമോന്നോ? എടാ ഒന്ന് കുരച്ചു കൊടുക്കാൻ. കുരച്ചു തരുമോ? എന്താണ് ഉദ്ദേശിച്ചത്? കുരയ്ക്കാനെന്നാണോ? അമ്മൂസ നിനക്ക് ഇൻസ്റ്റ ഉണ്ടോ? നിനക്ക് ഇൻസ്റ്റ ഇല്ലേ? ഇൻസ്റ്റ ഉണ്ടോന്ന്? ഇൻസ്റ്റയോ? എടാ പറഞ്ഞ എല്ലാരും വിചാരിക്കുന്ന നുണ പറയുവാണെന്ന്. എനിക്ക് ഇൻസ്റ്റ ഇല്ല, FB ഇല്ല, ഒള്ളി ടിക്ടോക്ക്. കള്ളം പറയരുത്. സത്യം, സീരിയസ് ആയിട്ട് എനിക്കുണ്ടായിരുന്നു. ഒരു മാസത്തിന് മുമ്പൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ കളഞ്ഞു. ഇപ്പൊ എന്റെ ഈ ഫോണിനകത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ, ടിക്ടോക്ക് മാത്രം. അതല്ലേ ഈ ആപ്പ് നോക്കാൻ ടിക്ടോക്ക് ലൈവ് FB ഇല്ല. അല്ല അതെ. അപ്പൊ നീ എന്നാ നാട്ടിൽ പോണെന്ന്? നാട്ടിൽ നെക്സ്റ്റ് മന്ത് പോകും ഫസ്റ്റ്. നാട്ടിൽ വരുമ്പോ കുറച്ച് പോസ്റ്റ് സെർച്ച് കൊണ്ട് പോട്ടാ. എന്തോ നാട്ടിലെ എറണാകുളത്തോടെ ചെറായി. ഞാനും ഉണ്ട് നെക്സ്റ്റ് മന്ത് നാട്ടിൽ. നമുക്ക് നാട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാം. ചെറായി ബീച്ചിന്റെ അടുത്തല്ലേ മഹേന്ദ്ര ഹോട്ടലിന്റെ അടുത്ത? അമ്മൂസ ചെറായി ബീച്ചില് മഹേന്ദ്ര ഹോട്ടലിന്റെ ഒക്കെ അവിടെ അല്ല? ഓ അതൊക്കെ അറിയാം. ചെറുവൈപ്പിലാണ്. ചെറുവൈപ്പിൽ. ഓക്കെ. അവിടുന്ന് കൊടുങ്ങല്ലൂർക്ക് അധികം ദൂരമില്ലല്ലോ. അല്ലല്ലോ, കൊടുങ്ങല്ലൂരിന് എത്ര പേരില്? പള്ളിയുടെ അവിടെ നിന്ന്, വലിയ പള്ളിയുടെ അവിടെ നിന്ന് സ്കൂൾ വഴി കടന്നു കഴിഞ്ഞാൽ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് പോണം. എന്തിനാണ് ചോദിച്ചത്? എന്ത് അമ്മൂസിന്റെ? അപ്പൊ അടുത്ത മാസം നാട്ടിൽ പോവാണ് അല്ലേ? ഇപ്പൊ ഹാപ്പി ചെയ്യണി. നീ വന്ന് കണ്ടില്ലെങ്കിലും വേറെ ഒന്നും തോന്നണ്ട. അല്ല ഞാൻ എപ്പോഴേലൊക്കെ വരുള്ളൂന്ന്. കണ്ടില്ലെങ്കിൽ തോന്നുന്നു. അല്ല അപ്പൊ നമ്മള് ഇൻസ്റ്റയില് വിളിക്കില്ലോ തന്നെ. അടാ ഞാൻ നാട്ടിൽ ചെന്നിട്ട് ഞാൻ ലൈവ് ഇടുന്നതായിരിക്കും. എങ്ങനെ ലൈവ് ഇടും? ടിക്ടോക്കിൽ ലൈവ് ഇടും. നാട്ടില് ബാൻ പറ്റുമല്ലോ. അതെനിക്കറിയാം. ഓക്കെ. അതൊരൊറ്റ മൊബൈലിലുള്ള കയ്യില്. അപ്പൊ ഒരു വേറെ മൊബൈൽ എടുത്തിട്ട് 2 മൊബൈലുണ്ട്. അപ്പൊ കുഴപ്പം. അതിൽ ഇൻട്രസ്റ്റ് ഒന്നും ചെയ്യണ്ട കേട്ടാ. 3 മൊബൈലുണ്ട് കയ്യില്. 3 മൊബൈൽ. വെറു കള്ള. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും അമ്മൂസിന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതാ. ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നില്ല. ക്യാരക്ടർ അതെല്ലാരും ഹലോ അരുൺ. എന്തായാലും ഇവിടെ പ്രേമിച്ചാലും ആലോചിക്കുക. ഇവിടെ തേക്കുന്ന ഇവിടെ പ്രേമിച്ചാലും ആലോചിക്കുക. ഞാൻ തേക്കോളാം, ഉറപ്പായിട്ടും തേക്കും. അതുവരെ നമുക്ക് നോക്കാം. എടാ അന്നേരം നിനക്ക് പെയിൻ ആവും. നിനക്ക് മോന്തേവ ആരെയും അടിയിട്ടിട്ടുണ്ടല്ലോ? നീരിട്ടില്ല മൊത്ത്? നീരില്ലടാ, പല്ലുവേദനയാണ്. ഇപ്പുറത്തല്ല, അവിടെ അല്ല ഇപ്പുറത്ത്. ഇപ്പുറത്താ? എവിടുന്നോ മേട്ടം കിട്ടിയിട്ടുണ്ട്. പൂജാരി. അല്ല ശരിക്കും നിങ്ങൾ എവിടെയാണ്? ഞാൻ സൗദിയിലുണ്ട്. സൗദിയില്. വൈഫ് ഉണ്ടോ അവിടെ? ഇല്ല, നാട്ടില്. ഞാൻ ചുമ്മാ വന്നതാ. വൈഫ് നാട്ടിലാ പോയി. നാട്ടിലെവിടെയാണ്? സിംഗർ കൊറേ നേരമല്ല. നല്ല തേപ്പ് കിട്ടിട്ടുണ്ടല്ലോടാ. അനക്ക് എവിടുന്നാണ് തേപ്പ് കിട്ടിയത്? എടാ പൊന്നെ, നിങ്ങൾ പ്രേമിക്കാൻ നടക്കില്ലടാ. എടാ സ്നേഹിക്കാൻ നടന്നു കഴിഞ്ഞാൽ തേപ്പ് കിട്ടും, പിന്നെ നീ കരയേണ്ടി വരും. തീർച്ചയായും. അതുകൊണ്ട് മാനം മര്യാദക്ക് റൂമിൽ പോയി വെറുതെ പോയി. ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അമ്മൂസ്, എന്താ ഈ പെണ്ണുങ്ങൾ ഈ ആണുങ്ങൾ എങ്ങനെ തേക്കണം? എന്താ കാരണം? പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും തേക്കാറുണ്ട്. ഇല്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തേക്കുന്നത് ഞാൻ സത്യം ഞാനൊരു കാര്യം അമ്മൂസ് സീരിയസ് ആയിട്ട് കാര്യം ചോദിക്കട്ടെ. എനിക്ക് 2 തേപ്പ് കിട്ടിയ ആളാ. എടാ അതാണ് പറഞ്ഞത്. തേപ്പ് കിട്ടാണ്ടിരിക്കണമെങ്കിൽ ഈ ആവശ്യമില്ലാതെ കണ്ട എല്ലാരെയും പ്രേമിച്ചാണെന്ന് തേപ്പ് കിട്ടും. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നവരെ സ്നേഹിക്കാനോ തേപ്പ്.
നല്ല കുക്കിംഗ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നു. ഒത്തിരി പൈസ അത് എന്താ വേണ്ട തലമുടി ഓക്കെ. ഞാൻ വേറൊരു കാര്യം പറയാം, ഗേൾസ് മാത്രം മതി, ബോയ്സ് വേണ്ട. 2 പ്രായമുള്ള ഒരു ചേച്ചി ആയിരിക്കണം. എനിക്ക് ഇങ്ങനെ അറിയത്തില്ല ഫോളോ ആക്കാൻ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫോളോ ആക്കാം. സത്യം പറയാൻ മടിക്കരുത്. പാവ ഇക്ക താഴെയുണ്ട്. ആരാണത്? എന്തോ 65 വയസ്സായ ചേച്ചിന് ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം കൊടുത്ത് കാലൊക്കെ ഒന്ന് കൊഴുപ്പിട്ട് ഒഴിഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ചേച്ചിയുടെയോ? 65 വയസ്സായില്ലേ, ഇടയ്ക്ക് ഒരു കുഴമ്പൊക്കെ കിട്ടുന്ന ഒഴിഞ്ഞു കൊടുത്തോളൂ. വേദനയുണ്ടാവും. ചേച്ചി എനിക്കിട്ട് വേണ്ട അവസ്ഥയാണ് ഇവിടെ. അതിലാരും എടുത്തിട്ടോ. ഓക്കെ, ഇത്രയും പേര് 23 ആൾക്കാരുണ്ട്. ഞാൻ ലൂസിഫറിനെ ഇഷ്ടപ്പെടണ അല്ലേ, ഇഷ്ടപ്പെടണം എന്നുള്ളതിനകത്ത് ഒന്ന് വന്ന് മെൻഷൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ തമ്പഴിച്ചാൽ മതി. ആ ഓക്കെ, മൊട്ടശിവെങ്കിൽ മൊട്ടശിവ. ഓക്കെ, താലിമാല എന്ത് ചെയ്യും? താലിമാലിന്റെ കഴുത്തിൽ തമ്പടിയടാ. ആരില്ല നോക്കട്ടെ. ഞാൻ അടിച്ചു തമ്പ്. അടുത്ത ആള് വരട്ടെ. നിലവിളക്കിന് വേണ്ടിട്ട് ഒരാളെ കൂട്ടത്തിൽ കൂട്ടാന്ന്. അതല്ലേ പറഞ്ഞ നിലവിളക്കുള്ളൂ. അവള് പറഞ്ഞു വേണ്ടാന്ന് പറ. അതോടെ ചോദിച്ചു എല്ലാരെ പെണ്ണുങ്ങളുടെ മനസ്സിൽ അങ്ങനെ വരുന്ന ചിന്താഗതി. വിളക്കൊന്ന് കൂടിയാലും വെളിച്ചം കൂടിയല്ലോ. നോക്കി